ഭയത്തിൻ്റെ അടുത്ത മേഖലയാണ് എല്ലാറ്റിനെയും പർവ്വതീകരിച്ച് കാണുക എന്നുള്ളത്. എല്ലാം അത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വലുതായി കാണുന്ന ഒരു ചിന്താഭാവം. ചെറിയൊരു പ്രശ്നത്തെ വലുതായി കാണും. നിസാര സാഹചര്യങ്ങളെ പർവ്വതീകരിക്കും എന്ന് പറഞ്ഞാൽ ഭയത്തിൻ്റെ കാരണങ്ങളെയെല്ലാം വലുതാക്കി കാണുക എന്നുള്ളതാണ്. ചില വ്യക്തികൾ അങ്ങനെയാണ്. ഭയകാരണങ്ങളെയെല്ലാം സ്തുതിച്ച് വാഴ്ത്തിപ്പാടി അതിനെ പ്രകീർത്തിച്ച് ഭയപ്പെട്ട് ജീവിക്കുക. അവരോട് കർത്താവിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: ഭയത്തിൻ്റെ കാരണങ്ങളെയെല്ലാം സ്തുതിച്ച് വാഴ്ത്തിപ്പാടി നടക്കേണ്ടവനല്ല നീ. നീ ഭയപ്പെടുന്നതിന് പകരം നിന്നെ ഭയപ്പെടേണ്ടതാണ്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യം. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. കർത്താവിൻ്റെ നാമം, യേശുനാമം ഉരുവിടുമ്പോൾ എല്ലാ ഭയകാരണങ്ങളുടെയും ശക്തി നിർവീര്യമാകും. യേശുനാമം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം. റഫായേൽ മാലാഖ പറയുന്ന വാക്യമാണ്. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്, എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം, യേശുനാമം ഏറ്റുപറഞ്ഞ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ എല്ലാ ഭയകാരണങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയത്തിൻ്റെ എല്ലാ കാരണങ്ങളെയും പർവ്വതീകരിച്ച് വലുതാക്കി കാണാതെ അതിനു പകരം യേശുനാമം ഏറ്റുപറഞ്ഞ് അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും അധരത്തിലും കർത്താവായ യേശുവിൻ്റെ നാമം ശക്തിയായി പതിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ എല്ലാ ഭയകാരണങ്ങളും വികാര വിചാരങ്ങളും നിർവീര്യമാക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഭയകാരണങ്ങളെ പർവ്വതീകരിച്ചു കണ്ട് ജീവിതം തളർന്നു പോകാതെ യേശുനാമം ഉരുവിട്ട് ദൈവത്തെ സ്തുതിച്ച് എല്ലാറ്റിനെയും തരണം ചെയ്യുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിന്മയുടെ ശക്തികളും ഭയത്തിൻ്റെ ബന്ധനങ്ങളും എല്ലാവരിൽ നിന്ന് തിരുരക്താഭിഷേകത്താൽ വിട്ടുപോയി നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഉദ്ധിതൻ്റെ ശക്തിയും സാന്നിധ്യവും നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.